ഗാന്ധിനഗർ മലയാളി സമാജത്തിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷത്തിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. 1976 ഗാന്ധിനഗറിലെ ഒരു കൂട്ടം മലയാളികളുടെ കൂട്ടായ്മയുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഗാന്ധിനഗർ മലയാളി സമാജം രൂപം കൊണ്ടത്. പരിമിതമായ പ്രവർത്തന സാഹചര്യത്തിലും സമാജത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടി അന്നത്തെ പ്രവർത്തകർ അകമഴിഞ്ഞ് പ്രവർത്തിച്ചിട്ടുണ്ട്. ഗാന്ധിനഗർ മലയാളി സമാജം അന്നും ഇന്നും ജാതി മത പ്രാദേശിക വ്യത്യാസമില്ലാതെ എല്ലാ മലയാളികളുടെയും നന്മയ്ക്കു വേണ്ടി മാത്രം പ്രവർത്തിക്കുകയുണ്ടായി. ഗാന്ധിനഗർ മലയാളി സമാജം പ്രകൃതിക്ഷോഭമായാലും മറ്റ് മഹാമാരിയായാലും എന്നും ഒരു സഹായഹസ്തമായി കൂടെ നിന്നിട്ടുണ്ട്. ഗാന്ധിനഗറിലെ മലയാളികളുടെ ആരോഗ്യ പ്രശ്നങ്ങളാൽ സാമ്പത്തികമായും ബുദ്ധിമുട്ടുന്നവർക്ക് സമാജം എന്നും താങ്ങും തണലുമായി നിന്നിട്ടുണ്ട്. സമാജത്തിന് സ്വന്തമായി ഒരു ഓഫീസ് കെട്ടിടം സമ്പാദിക്കാൻ സാധിച്ചു എന്നുള്ളത് പ്രത്യേകം സന്തോഷം അറിയിക്കുന്നു. ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. 40 വർഷത്തിലേറെയായി ഗാന്ധിനഗർ മലയാളി സമാജത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ 2008 മുതൽ സെക്രട്ടറിയായും 2016 മുതൽ പ്രസിഡന്റായും ഞാൻ പ്രവർത്തിക്കുന്നു. ഗാന്ധിനഗർ മലയാളി സമാജത്തിന്റെ ഈ 50 വർഷ പ്രയാണത്തിൽ സഹകരിച്ച സമാജത്തിന്റെ എല്ലാ ഭാരവാഹികൾക്കും കൂടാതെ ഗാന്ധിനഗറിലെ ഓരോ മലയാളികൾക്കും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഗാന്ധിനഗർ മലയാളി സമാജം സുവർണ ജൂബിലി യാത്ര 1976 2026. 1976 ഏതാനും മലയാളി കുടുംബങ്ങളുടെ സ്വപ്നമായും കൂട്ടായ്മയായും ആരംഭിച്ച ഗാന്ധിനഗർ മലയാളി സമാജം ഇന്ന് 50 വർഷങ്ങളുടെ അഭിമാനകരമായ യാത്ര പൂർത്തിയാക്കി സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഈ ചരിത്ര നിമിഷത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. 1976 മുതൽ 1986 വരെ പരിമിതമായ സൗകര്യങ്ങളും ചെറിയ കൂട്ടായ്മകളും മാത്രമായിരുന്നു സമാജത്തിന്റെ അടിത്തറ. എന്നാൽ സൗഹൃദത്തിന്റെയും ഐക്യത്തിന്റെയും ശക്തിയിൽ കുറച്ച് കുടുംബങ്ങൾ ചേർന്ന് മലയാളിത്തത്തിന്റെ വിളക്ക് തെളിയിച്ചു. 1986 മുതൽ 1996 വരെ കൂടുതൽ കുടുംബങ്ങൾ സമാജത്തിന്റെ ഭാഗമായി. ആഘോഷങ്ങൾ കൂടുതൽ ഭംഗിയാർന്നതാവുകയും സംഘടനയുടെ പ്രവർത്തനങ്ങൾ വിപുലമാവുകയും ചെയ്തു. ഒരുമയുടെ കരുത്ത് കൂടുതൽ ശക്തമായി. 1996 മുതൽ 2006 വരെ സമാജം കൂടുതൽ കരുത്തുറ്റ അടിത്തറ പാകി. നിരവധി കുടുംബങ്ങൾ ഈ വലിയ കുടുംബത്തിന്റെ ഭാഗമായി. കലാസാംസ്കാരിക പരിപാടികൾക്കൊപ്പം ചികിത്സാ സഹായങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന കുടുംബങ്ങൾക്ക് കൈത്താൻ, പ്രകൃതി ദുരന്തങ്ങളിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായഹസ്തം എന്നിവയിലൂടെ സമാജം സമൂഹസേവന രംഗത്തും ശ്രദ്ധേയ സാന്നിധ്യമായി. 2006 മുതൽ 2016 വരെ ഗാന്ധിനഗർ മലയാളി സമാജം കൂടുതൽ ശക്തിപ്പെട്ടു. സ്വന്തം ഓഫീസിന്റെ രൂപീകരണം സംഘടനയുടെ ചരിത്രത്തിലെ സുപ്രധാന നേട്ടമായി. വലിയ സ്വപ്നങ്ങളോടും ദീർഘദർശനത്തോടും കൂടി നിരവധി ശ്രദ്ധേയ പരിപാടികൾ സംഘടിപ്പിച്ച് മറക്കാനാവാത്ത ഓർമ്മകൾ സൃഷ്ടിച്ചു. 2016 മുതൽ 2026 വരെ സമാജം പുതിയ ഉയരങ്ങൾ കീഴടക്കി. നിരവധി ശ്രദ്ധേയ പരിപാടികൾക്കും ചരിത്ര മുഹൂർത്തങ്ങൾക്കും സാക്ഷ്യം വഹിച്ചു. ഓരോ വർഷവും പ്രവർത്തന മികവും സംഘടനയുടെ നിലവാരവും ഉയർത്തിക്കൊണ്ട് ഇന്ന് അഭിമാനത്തോടെ സുവർണ ജൂബിലിയുടെ പൊന്തിളക്കത്തിലേക്ക് എത്തിച്ചേർന്നു. ഇന്ന് ഈ സുവർണ ജൂബിലി ദിനത്തിൽ ഈ മഹത്തായ യാത്രയുടെ ഭാഗമായ എല്ലാ കുടുംബങ്ങളെയും, മുൻകാല പ്രവർത്തകരെയും, ഭാരവാഹികളെയും, അംഗങ്ങളെയും ഹൃദയപൂർവ്വം ആദരിക്കുകയും നന്ദിപൂർവ്വം സ്മരിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഐക്യം ഇനിയും ശക്തമാകട്ടെ. നമ്മുടെ ബന്ധങ്ങൾ ഇനിയും ദൃഢമാകട്ടെ. നമ്മുടെ സമാജം തലമുറകളിലേക്ക് അഭിമാനത്തോടെ മുന്നേറട്ടെ. 50 വർഷങ്ങളുടെ പാരമ്പര്യം, അനേകം ഓർമ്മകളുടെ സമ്പത്ത്, ഒരേയൊരു കുടുംബം, ഗാന്ധിനഗർ മലയാളി സമാജം. സുവർണ ജൂബിലി ആശംസകൾ. ഗാന്ധിനഗർ മലയാളി സമാജം ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ അതിൻ്റെ ഒരു ഭാഗമാകാനും ഏതാനും വർഷങ്ങൾ മുമ്പും ഗാന്ധിനഗർ മലയാളി സമാജത്തിൻ്റെ ഭാഗമാകാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നും അതിൻ്റെ ഭാഗമാകാൻ കഴിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ ഗാന്ധിനഗർ മലയാളി സമാജത്തിൻ്റെ എല്ലാ അംഗങ്ങളും, ചുരുക്കി പറഞ്ഞാൽ ഗാന്ധിനഗരത്തെ മലയാളികളെ ഒരുവിധം എല്ലാവരും നമ്മൾക്ക് എല്ലാ സഹകരണങ്ങളും നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഭരണസമിതിയിൽ നിന്നും എല്ലാ സഹകരണങ്ങളും നമുക്ക് നിർലോഭം ലഭിച്ചത് കാരണം ആ ഒരു
കാര്യങ്ങൾ നമുക്ക് വളരെ വൃത്തിയായിട്ടും നന്നായിട്ടും ചെയ്യാൻ കഴിയുന്നുണ്ട്. അത് എന്നും നമ്മളെ കൊണ്ട് കഴിയുന്ന സമയവും അതോടൊപ്പം നമ്മൾക്ക് ശേഷമുള്ള തലമുറയ്ക്കും ഇത് ഏൽപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത്. ഇന്നേ വരെ നമ്മൾക്ക് സഹായ സഹകരണം നൽകിയ എല്ലാ ഗാന്ധിനഗർ മലയാളി സമാജത്തിൻ്റെ മെമ്പർമാർക്കും അവരുടെ കുടുംബങ്ങൾക്കും എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ശേഷമുള്ള ഭാവിയിലും അതേമാതിരിയുള്ള സഹകരണം ഞങ്ങൾക്കും അതോടൊപ്പം ഇനിയുള്ള തലമുറയ്ക്കും ഉണ്ടാകണമെന്നുള്ള പ്രാർത്ഥനയിലൂടെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമസ്കാരം, ഞാൻ അപ്പു എബ്രഹാം. ഗാന്ധിനഗർ മലയാളി സമാജത്തിൻ്റെ ആദ്യ ജനറൽ ബോഡി മീറ്റിംഗ് 1976 സെക്ടർ 17 33/3 വെച്ച് എൻ്റെ വീട്ടിൽ വെച്ച് കൂടുകയുണ്ടായി. 50-ാം വാർഷികം ആഘോഷിക്കുന്ന സമാജത്തിനും സമാജത്തിൻ്റെ മെമ്പേഴ്സിനും എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. ഞാൻ ബൈജു 2016 മുതൽ 2018 വരെ ഗാന്ധിനഗർ മലയാളി സമാജത്തിൻ്റെ ജോയിന്റ് സെക്രട്ടറിയായും 2019 മുതൽ 2021 വരെ ഗാന്ധിനഗർ മലയാളി സമാജം സെക്രട്ടറിയായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. സമാജത്തിൻ്റെ പ്രഥമ സെക്രട്ടറി എന്നുള്ള നിലയിൽ സമാജത്തിൻ്റെ പിൻകാല ചരിത്രത്തിലേക്ക് എത്തി നോക്കാൻ അവസരം സൃഷ്ടിച്ച ഗാന്ധിനഗർ മലയാളി സമാജം ഗോൾഡൻ ജൂബിലി മഹാമഹത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും നേരുന്നു. എല്ലാവർക്കും, പ്രത്യേകിച്ച് നിലവിലുള്ള ഭരണസമിതി അംഗങ്ങൾക്കും നന്ദി, നമസ്കാരം. ഗാന്ധിനഗറിലെ മലയാളി സമാജത്തിൻ്റെ എല്ലാ മെമ്പർമാർക്കും ഗാന്ധിനഗർ സമാജത്തിൻ്റെ 50-ാം വാർഷികം ആഘോഷിക്കുന്നതിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഗാന്ധിനഗർ മലയാളി സമാജത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഇനിയും ഉണ്ടാകാൻ എന്ന് അപേക്ഷിക്കുകയുമാണ്. ഞാൻ ഗാന്ധിനഗർ മലയാളി സമാജത്തിൽ ഒരു മെമ്പറായി ചേർന്നതിന് ശേഷം പിന്നീട് ജോയിന്റ് സെക്രട്ടറി, ട്രഷറർ, സെക്രട്ടറി, പിന്നീട് ഇപ്പോൾ വീണ്ടും ട്രഷററായിട്ട് വർക്ക് ചെയ്യുകയാണ്. അതിനെല്ലാം നല്ല വിധത്തിലുള്ള സഹായ സഹകരണങ്ങളും അതുപോലെ സപ്പോർട്ടും തന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. അതോടൊപ്പം ഗാന്ധിനഗർ മലയാളി സമാജത്തിൻ്റെ ഭാവിയിൽ വരുന്ന എല്ലാ പരിപാടികളും നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. എന്നാൽ ഗാന്ധിനഗർ മലയാളി സമാജം എന്നാൽ ഒരു വ്യക്തിയുടെയോ ആരുടെയോ സ്ഥാപനമല്ല. അതിൽ ജാതിയുമില്ല, മതവുമില്ല. നമുക്ക് ജാതിയും മതവും എല്ലാം വേണം. അത് അതിൻ്റേതായ സമയം. അതോടൊപ്പം കുറച്ചു സമയം സമാജത്തിന് വേണ്ടി സമയം ഒഴിഞ്ഞു വെക്കണമെന്ന് എല്ലാവരോടും അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗത്തിൽ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട ഗാന്ധിനഗർ മലയാളി സമാജം കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും എൻ്റെ സ്നേഹപൂർവമായ നമസ്കാരം. ഞാൻ വേണുഗോപാലൻ, ഗാന്ധിനഗറിലെ സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കും വേണു വാടാനപ്പള്ളി എന്ന സുഹൃത്തായ വ്യക്തി. ഗാന്ധിനഗർ മലയാളി സമാജം അതിൻ്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഈ മഹത്തായ വേളയിൽ നേരിട്ട് നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കാനാകാത്തതിൽ ചെറിയ വിഷമമുണ്ടെങ്കിലും ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും എൻ്റെ ആശംസകൾ അറിയിക്കുകയാണ്. നിങ്ങളുടെ ലീഡർഷിപ്പിൽ എന്റെ ഉദ്ദേശം എപ്പോഴും കാരണന്മാരുടെ ആശംസകൾ എന്നും നിങ്ങൾ സെക്രട്ടറിയായിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ മീഡിയറ്റായിട്ട് പരിപാടികൾ പോവും, കുഴപ്പമൊന്നുണ്ടാവില്ല. അല്ല, നമ്മളെല്ലാവരെയും ബഹുമാനിച്ച് മുന്നോട്ട് നീങ്ങാനാണ് പഠിച്ചിട്ടുള്ളത്. അതിലപ്പുറം നമ്മൾ പഠിച്ചില്ലല്ലോ. അപ്പൊ വേനമ്പൈ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു കാരണവരാണ് എന്നുള്ളതാണ്. എല്ലാം ആശംസിക്കുന്നുണ്ടായിരുന്നു. നന്നായിട്ട് പോട്ടെ കാര്യങ്ങൾ. ഒരു പ്രത്യേക മീറ്റിംഗ് ആണ്. ഇതിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ ഇതിന്റെ ഒരു ആകർഷകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യത്തെ സെക്രട്ടറി ഇന്നത്തെ സെക്രട്ടറി കൂടി കാണാനുള്ള ഒരു യോഗം ഉണ്ടായിരുന്നു നമുക്ക് കാണാൻ. അപ്പോൾ അതിന് നമ്മൾ വേണുപോയി സാക്ഷി ചെയ്യുമ്പോൾ ഏറ്റവും നല്ലൊരു സുഹൃത്തായിട്ടാണ് നമ്മൾ കാണുന്നത്. മുന്നോട്ട് നീങ്ങണം എന്നുള്ളതാണ് ആഗ്രഹം. അതാണ് നമ്മളൊക്കെ ആഗ്രഹം എന്നുള്ളതാണ്. അപ്പൊ ഞാനും ആഗ്രഹിക്കുന്നത് അതിനാണ്. ഇനിയുള്ള ജനറേഷന് ഇത് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം, വളരെ സുരക്ഷിതമായിട്ട് അവർ കൊണ്ടുപോകട്ടെ. അതാണ് നമ്മുടെ ആഗ്രഹം എന്നുള്ളതാണ്. നമ്മളെ കൊണ്ട് കഴിയുന്ന ആശംസയും കൊടുക്കുന്നു. അതെ അതെ അതെ, അത്രയും നല്ല സംരംഭമായി ചെയ്യട്ടെ. ഗാന്ധിനഗർ മലയാളി സമാജം സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ആദ്യമായി എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു. സമാജത്തിൻ്റെ മുന്നോട്ടുള്ള സുഗമമായ പ്രയാണത്തിന് എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. ഗാന്ധിനഗർ മലയാളി സമാജം പ്രസിഡന്റ് ആദരണീയ രാജേട്ടൻ,
സെക്രട്ടറി സേതു മാധവൻ, മറ്റ് ഭരണസമിതി അംഗങ്ങളെയും ഗാന്ധിനഗർ മലയാളി സമാജത്തിൻ്റെ 50 വർഷം ആഘോഷിക്കുന്നു എന്നറിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഭാരവാഹികൾക്കും മെമ്പർമാർക്കും സകുടുംബങ്ങൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും ഈ അവസരം നേരുകയാണ്. ഗാന്ധിനഗർ മലയാളി സമാജം ജാതി മത വർഗീയ ശക്തികൾക്ക് അതീതമായി ഒരു നല്ല സാംസ്കാരിക സംഘടനയായി ഗാന്ധിനഗറിലെ മുഴുവൻ മലയാളികൾക്കും അവരുടെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒന്നും കൂടി നന്മകൾ നേർന്നുകൊണ്ട് തീർത്തുന്നു. നന്ദി, നമസ്കാരം. മലയാളീസിലേക്ക് ഇങ്ങനെ കേരള സമാജം ഉണ്ടാക്കി അങ്ങനെയൊക്കെ സക്രവായിസൊക്കെ ഉണ്ടാക്കി ശരി. പിന്നെ എൻ്റെ വക എല്ലാ ആശംസകളും ഉണ്ട് അവിടെ. അപ്പോൾ അതിൻ്റെ അതായത് നമ്മുടെ ഗോൾഡൻ ജൂബിലിയാണ് ഇപ്പോൾ നമ്മുടെ ഈ വർഷം ആഘോഷിക്കുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് എല്ലാവരുടെയും അതിന് ആരെല്ലാം കാരണക്കാരോ ആരെല്ലാം അതിൻ്റെ ഭാരം ചുമന്നോ അവരെയൊക്കെ ചെറുതായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളൊരു പ്ലാനിങ്ങിലാണ് നമ്മൾ കൂടി. അപ്പോൾ അത് നമ്മൾ ഓരോരുത്തരുടെയും എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. ഈ വർഷം ഗാന്ധിനഗർ മലയാളി സമാജം ആഘോഷിക്കുന്ന ഗോൾഡൻ ജൂബിലി സെലിബ്രേഷൻ എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. കൂടാതെ ഞാൻ 40-45 വർഷമായി ഗാന്ധിനഗർ മലയാളി സമാജത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞത് എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഗാന്ധിനഗർ മലയാളി സമാജത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ സഹായിച്ച എല്ലാവർക്കും എൻ്റെ പ്രത്യേക നന്ദി അറിയിച്ചുകൊള്ളുന്നു.